കാരണം PVR വെച്ചാൽ നമ്മളൊരു സാധനം കഴിക്കാൻ പോയി കഴിഞ്ഞാൽ 400 രൂപ പോപ്പ് അവിടെ ഏറ്റവും തിരക്കാൻ വെള്ളത്തിന്റെ എന്റെ അവിടെയാ വെള്ളം കൊടുക്കുന്നത് ബാത്റൂമിൽ വൃത്തിയൊക്കെ നോക്കുന്നില്ല. ബാത്റൂമിനെ ഫ്രണ്ടിൽ ഞാൻ കുടിക്കത്തില്ല എന്നൊക്കെ പറഞ്ഞാൽ ബാത്റൂമിന്റെ ഫ്രണ്ടിൽ കിടക്കുന്ന കൂളറിൽ നിന്ന് ആ വെള്ളം കുടിക്കുന്നത്. PVR പട്ടിണി ഇറക്കാൻ പാടില്ല. അപ്പോൾ ഞാൻ വാങ്ങിച്ച് ഒന്നും കഴിക്കരുത്. കാരണം കഴിക്കാൻ പോയ 500 രൂപ 1000 രൂപയൊക്കെയാണ് ചുമ്മാ പോകുന്നത്. ഇതൊക്കെ PVR ഏറ്റവും കൂടുതൽ ലാഭം അതിലാണ്. ഏത് സിനിമ കളക്ട് ചെയ്തതിനെ കാട്ടി കൂടുതൽ PVR പോപ്കോണിലും മറ്റേ നാച്ചോ സെല്ലിങ്ങിലും അവന്മാർ ഇത് പിടിച്ചു പോകുന്നത്. 10,000 കോടിയാണ്. പക്ഷെ PVR ഒരു ഹാക്ക് ഉണ്ട്. കാരണം ഇത്രയും വില കുറച്ച് കൂടുതൽ സാധനം വിൽക്കുമ്പോഴേ ഏതെങ്കിലും ഒരു സാധനം നോർമൽ ആൾക്കാർക്ക് അക്സസബിൾ ആയിട്ട് വെക്കണമെന്ന് റൂളുണ്ട്. ഒരു ക്രീം ബൺ കിട്ടും. അത് അല്ല, ചിലപ്പോ അങ്ങനത്തെ സ്നാക്ക് കാണും. അവിടെ 10 രൂപയ്ക്ക് കപ്പലിന് കിട്ടും. റോസ്റ്റഡ് കപ്പലിന് 10 രൂപയ്ക്ക് കിട്ടും. PVR-ൽ ചെല്ലുന്നവർ അറിഞ്ഞിരിക്കേണ്ട പ്രത്യേക ഹാക്ക്, അവരുടെ ഷെയർ പ്രൈസ് ഇടിയും. PVR-ൽ 10 രൂപയുടെ കപ്പലുണ്ട് ഗൈസ്. അവര് ഇത്ര തരുമോ? അത്യാവശ്യം നല്ല ബ്രാൻഡഡ് പാക്കറ്റിൽ റോസ്റ്റഡ് സോൾട്ടഡ് പീനട്ട് കിട്ടും. പക്ഷേ ഈ സാധനം ഡിസ്പ്ലേയിലില്ല. ഒരു പിടിയേ ഉള്ളൂ. പക്ഷെ ഡിസ്പ്ലേയിൽ അത് വെക്കില്ല, പുറത്ത് വെക്കില്ല. പൈസ ഈ പറയുന്ന അവരുടെ വിലവിവര പട്ടികയിൽ ഈ സാധനം ഇല്ല. അകത്ത് അടുക്കളൊക്കെ അകത്ത് വെക്കും. ഇത് മറ്റേ ഡ്രഗ്സ് ഒക്കെ ചോദിക്കണ പോലെ ചോദിക്കണം, ചേട്ടാ മറ്റേ സാധനം ഉണ്ടോ എത്ര ഇല്ല ഇരിക്കുന്നത്. ആ കോൺഫിഡൻസ് ഉള്ളതിനെ കൊടുക്കത്തുള്ളൂ. നമ്മളവിടെ 4 അപ്പം ചോദിക്കും പീനട്ട്. അപ്പൊ ഇത് ആർക്കായിരുന്നു അറിയാവുന്നത്? അല്ല, എനിക്കറിയാവുന്നത് എന്റെ കൂട്ടുകാരി പറഞ്ഞു തന്നാ, ഇല്ലെങ്കിൽ ഞാനും അറിയത്തില്ല. അവര് PVR-ലാണ് വർക്ക് ചെയ്യണം. അല്ല, സ്ഥിരം പോയി കണ്ടുപിടിക്കുന്ന പരിപാടികളാ. അപ്പൊ ഇതിന്റെ ഏറ്റവും വലിയ നമ്മൾ ഇതുവരെ പോഡ്കാസ്റ്റ് കൊടുത്തിട്ടുള്ള ഏറ്റവും വാല്യൂ ഒരു ഇൻഫർമേഷൻ ഉള്ള ഒരു പോഡ്കാസ്റ്റ് ആണ്. ഇതിന്റെ ടാസ്ക് എവിടാന്നറിയാമോ? ഇവിടെ എച്ചിത്തര എന്നുള്ള സാധനം ബിൽഡ് ചെയ്യണം നമ്മള്. ഈ 1000 രൂപ ബില്ല് പേ ചെയ്യാനൊരു ക്യൂ ഉണ്ടാവും ഇവിടെ. അവിടെ സൈഡിൽ കൂടെ പോയിട്ട് ചോദിക്കണം, ചേട്ടാ പീനട്ട് ഉണ്ടോന്ന്. അപ്പൊ ഇത്രയും പേര് നമ്മളെ നോക്കും. ഇവരുടെയൊക്കെ ബില്ല് 470, 970. എന്താ ഒരു പോപ്കോൺ, ഒരു പെപ്സി 1000 രൂപ. പീനട്ട് ഉണ്ടോ? അപ്പൊ അയാൾക്ക് ഉണ്ട്. എത്ര? അപ്പൊ 4 എണ്ണം. അപ്പൊ അകത്ത് നോക്കട്ടെ. അപ്പൊ അയാൾ ഈ കൗണ്ടറിൽ നിന്ന് ഇവരെല്ലാം വിട്ട് ചില കൗണ്ടറിൽ നിന്ന് അകത്ത് അടുക്കളൊക്കെ അകത്ത് പോകും. എന്നിട്ട് 4 പാക്കറ്റ് കൊണ്ടുവരും. 4 പാക്കറ്റ് കൊണ്ടുവരും. അയാൾ പറയും എത്രയായി? 40 രൂപ. അപ്പൊ ഇത്രയും പേര് ഈ 1000 രൂപ ഒരു ഗതിയില്ലാത്തതുകൊണ്ട് പോപ്കോൺ മേടിച്ചേക്കുന്നതാ. ഈ 1000 രൂപ ബില്ല് കൊടുക്കാൻ നിൽക്കുന്ന നമ്മളെ നോക്കും. അപ്പൊ ഈ 40 രൂപയുടെ പീനട്ട് വാങ്ങിച്ചിട്ട് ഇറങ്ങി വരുന്നതാണ് ഇതിന്റെ ഏറ്റവും വലിയ ടാസ്ക്.